പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാം. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 ചിങ്ങം 11-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി കുജവാരം ചൊവ്വാഴ്ച. അന്ന് ചൊവ്വാഴ്ചത്തെ ഉദയം തൃശ്ശൂരിൽ കാലത്ത് 6:19-നും അസ്തമയം വൈകിട്ട് 6:33-നുമാകുന്നു. അന്ന് ചൊവ്വാഴ്ചത്തെ രാഹുകാലം 3 മുതൽ 4:30 വരെയുള്ള സായാഹ്ന സമയമാകുന്നു. അതിനാൽ അന്നത്തെ ഉദയത്തിനനുസരിച്ച് 3:19 മുതൽ 4:49 വരെയുള്ള സമയം രാഹുകാലമായി നിങ്ങൾ പരിഗണിക്കുക. നാളെ വൈകിട്ട് 4:15 വരെ രോഹിണി നക്ഷത്രമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അഷ്ടമി രോഹിണിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കൃഷ്ണഭക്തിയിൽ ആറാടി ബാലകന്മാർ നിറഞ്ഞാടി വീട്ടിലെത്തി സുഖശയനത്തിന് ശേഷം ഉന്മേഷത്തോടുകൂടി ഇരിക്കുകയാണെന്ന് ഞാൻ കരുതട്ടെ. ചൊവ്വാഴ്ച 4:15 വരെ ഞാൻ സൂചിപ്പിച്ചു രോഹിണി നക്ഷത്രമാകുന്നു. അതിനുശേഷം മകീരം നക്ഷത്രമാകുന്നു. ചൊവ്വാഴ്ചയും മകീര്യവും പ്രായണ എല്ലാ കാര്യങ്ങൾക്കും ഒരു കരുത്തുണ്ടാകുന്ന ദിനമാകുന്നു. നാളെ രാഹുകാലം കഴിഞ്ഞുള്ള 4:45 മുതലുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് വേണമെങ്കിൽ വിനിയോഗിക്കാവുന്നതാണ്. 2 തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒന്ന് ചൊവ്വാഴ്ച, മറ്റൊന്ന് നവമി തിഥിയാകുന്നു. കറുത്തപക്ഷത്തിലെ ഏറ്റവും ദുർബലമായ ഒഴിഞ്ഞ തിഥിയായ നവമി തിഥിയാകുന്നു. അതിനാൽ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് നാളത്തെ ദിവസം ചൊവ്വാഴ്ചയും നവമി തിഥിയും അത്ര നല്ലതല്ല. രിക്തതിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥികളാകുന്നു. ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14 തിഥികൾ. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥിശ്രവണത. പഞ്ചാംഗത്തിൽ ഏറ്റവും പ്രധാനമാകുന്നു തിഥി. അതിനാൽ സാമ്പത്തിക ശ്രേയസ്സും അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും നാളത്തെ ദിനം ശുഭമല്ല, ചൊവ്വാഴ്ചയാണ്. ധനപരം വേണ്ട. സന്ധി സംഭാഷണത്തിലും ഈ ചൊവ്വ കലഹത്തെ ഉണ്ടാക്കുന്നു. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന, ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനയിൽ മികച്ചു നിൽക്കുക ഭദ്രകാളി പ്രാർത്ഥനയാകുന്നു. രോഹിണി നക്ഷത്രത്തിന് ഇന്നലെ നിങ്ങൾ കൃഷ്ണക്ഷേത്രമൊക്കെ സന്ദർശിച്ച് കൃഷ്ണൻ്റെ ഭക്തിപരമായ പ്രാർത്ഥനകളിലെല്ലാം തന്നെ നിങ്ങൾ മുഴുകിയിട്ടുണ്ടാവുമല്ലോ. അതിനാൽ ചൊവ്വാഴ്ച മകീരം നക്ഷത്രവും ചൊവ്വാഴ്ചയും കൂടിയ ശക്തമായ ദിനമായതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ദേഹസംബന്ധമായ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് നാളികേരം കൊണ്ട് ദേഹമുട്ട് ചെയ്യാവുന്നതാണ്. ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശത്രുമുട്ട് ചെയ്യാവുന്നതാണ്. കർമ്മദോഷത്തിലുള്ള തടസ്സമുണ്ടെങ്കിൽ കർമ്മമുട്ട് നാളികേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ശത്രുസംഹാര കുരുതി പുഷ്പാഞ്ജലിയും നിങ്ങൾക്ക് വളരെയധികം പ്രോസ്പിരിറ്റിയെ, കാര്യങ്ങളെ ഗൗരവമായി നേരിടുവാനുള്ള കരുത്ത് പ്രദാനം ചെയ്യുന്നതാണ്. ഭദ്രകാളിയെ ഉപാസിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഭദ്രകാളിയുടെ ആ ശക്തമായ മന്ത്രം ജപിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ, അല്ലെങ്കിൽ ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ എന്ന മന്ത്രം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.